പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ പുണ്യങ്ങളിലൂടെയുള്ള യാത്ര വീണ്ടും തുടരുകയാണ്. നമ്മളിന്ന് ധ്യാനിക്കുന്നത് പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിൽ ജ്വലിച്ച് പ്രാർത്ഥിക്കാൻ നമ്മെ സഹായിക്കും എന്നുള്ളൊരു ചിന്തയാണ്. നമുക്കറിയാലോ, വചനം പറയുന്നുണ്ട് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ശിഷ്യന്മാർ ഭയന്ന് കതകടച്ചിരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ശക്തമായ സാന്നിധ്യത്തിലും പരിശുദ്ധ അമ്മ അവർക്ക് പകർന്നു കൊടുത്ത ധൈര്യത്തിലും പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപങ്ങളിൽ അവരുടെ മേൽ കടന്നു വരുന്നു. അവരെല്ലാവരും ധൈര്യമുള്ളവരായി രൂപാന്തരപ്പെടുന്നു. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കും. വെറുതെ പ്രാർത്ഥിക്കാനല്ല, ഹൃദയം പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യ സ്നേഹത്തിൽ ജ്വലിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പരിശുദ്ധ അമ്മ നമ്മളെ നയിക്കും. പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കും. കാരണം എന്താ? ലൂക്കാ 1:35 നമ്മൾ വായിക്കുമല്ലോ, ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കുമെന്നാണ് പറയുക. അതായത് പരിശുദ്ധാത്മാവ് ആ ശരീരത്തിൽ, ആത്മാവിൽ, മനസ്സിൽ കടന്നു വന്നിട്ടുണ്ട്. ഈശോ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ജന്മം എടുക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ് പരിശുദ്ധ അമ്മയെന്ന് പറയുന്നത്. അത്രയും പരിശുദ്ധാത്മാവിൽ ജ്വലിച്ച നിറവുള്ളൊരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ജപമാലയൊക്കെ നമ്മളിങ്ങനെ ഉരുവിടുന്ന സമയത്ത് ഓരോ മണികളിലും ഈശോയുടെ രക്ഷാകര രഹസ്യമാണ് നമ്മളിങ്ങനെ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നതും ചൊല്ലിക്കൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഈ ഈശോയോട്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിലേക്ക് ഇങ്ങനെ നിറഞ്ഞു തള്ളുമ്പം നമുക്ക് ആർക്കെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ വിരസത തോന്നുന്നുണ്ടോ, മടി തോന്നുന്നുണ്ടോ, ഉറക്കം തോന്നുന്നുണ്ടോ, പല വിചാരം വരുന്നുണ്ടോ? നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നന്നായി സ്നേഹത്തോടെ ജ്വലിച്ച് ദാഹത്തോടെ കൊതിയോടെ പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. ഇന്ന് മെസ്സേജ് ബോക്സിൽ പരിശുദ്ധ അമ്മേ, ഞാൻ പരിശുദ്ധാത്മാവിൽ ജ്വലിക്കാൻ എനിക്കായി പ്രാർത്ഥിക്കണമേ എന്ന് ടൈപ്പ് ചെയ്യുക. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.